പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, +2 ഹ്യൂമാനിറ്റീസ് 34 ജേർണലിസം ബാച്ചിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും, അതോടൊപ്പം 1-ാം വർഷത്തേക്ക് പേരോട് എം.ഐ. ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള വെൽക്കം പാർട്ടിയും ഒന്നിച്ച് നടക്കുന്ന ഒരു മനോഹരമായ ഒരു ദിനം കൂടിയാണ്. ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി മാഡം ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ കടമ ജേതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട മക്കളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം +2 ജേർണലിസം ക്ലാസ്സിൽ തുടർച്ചയായ 3-ാം വർഷവും 2 വിദ്യാർത്ഥികൾക്ക് A+ ലഭിച്ചിട്ടുണ്ട്. 90% ശതമാനവും 5 വിദ്യാർത്ഥികൾക്ക് 90% മുകളിൽ മാർക്കും ലഭിച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളെയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ഫുൾ A+ കിട്ടിയത് മിൻഹ നസ്രീൻ ആണ്. കുറ്റ്യാടി അടുക്കത്ത് സ്വദേശിയാണ്. കുറ്റ്യാടി അടുക്കത്ത് നിന്നാണ് പേരോട് എം.ഐ. ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് 34 ബാച്ചിലേക്ക് താല്പര്യപൂർവ്വം വന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. കുറ്റ്യാടി പാലേരിയിൽ നിന്നാണ് മിൻഹ നസ്രീൻ പേരോട് സ്കൂളിലേക്ക് ബാച്ചിലേക്ക് പ്രവേശനം നേടിയിട്ടുള്ളത്. 1-ാം വർഷത്തിൽ അത്ര മികവാർന്ന പ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിലും 2-ാം വർഷത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവ സക്രിയ സാന്നിധ്യമായി മിൻഹ നസ്രീൻ മാറിയിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാമുകളിലും അടയാളപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തന മികവോടുകൂടി ഇന്ററാക്ഷൻ സെക്ഷനിലും പ്രോഗ്രാമുകളിലും പ്രവർത്തനങ്ങളിലും മിൻഹ തിളങ്ങിയിട്ടുണ്ട്. ആ തിളക്കം വെറും A+ മാത്രമല്ല, എല്ലാ പരിപാടികളിലും ഒരു മികവാർന്ന പ്രകടനം മിൻഹക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം 2 വർഷം കൊണ്ട് മിൻഹ നസ്രീൻ മാറിയിട്ടുണ്ട്. 98% മാർക്ക് നേടിയിട്ടാണ് മിൻഹ നസ്രീൻ A+ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളൊരു സന്തോഷം കൂടി ഇതോടൊപ്പം പങ്കുവെക്കുകയാണ്. പിന്നെ 2ാമത് A+ ലഭിച്ച ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ് ഹൈറ CTK. എനിക്ക് തോന്നുന്ന ഹൈറ CTK ഇവിടെ ചേർന്ന സമയത്ത് ഹ്യൂമാനിറ്റീസ് 34 ജേർണലിസം ബാച്ച് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം തിരിച്ചു പോയതാണ്. അപ്പോൾ തിരിച്ചു പോയപ്പോൾ വെറുതെ യാദൃശികമായി ജ്യേഷ്ഠനും ഞാനും കണ്ടുമുട്ടുകയും ഇവിടുത്തെ പ്രവർത്തന മികവ് പറയുകയും അതിനുശേഷം ഹൈറ 2ാമത് ആദ്യം ടെമ്പററി ആയിട്ട് ചേർന്നതായിരുന്നു. അതിനുശേഷം സ്ഥിരമായി ഇവിടെ പ്രവേശനം നേടുകയും ചെയ്തിട്ടുണ്ട്. 1-ാം വർഷത്തിൽ നല്ല കിടയറ്റ രീതിയിലുള്ള പ്രവർത്തനമാണ് ഹൈറ നടത്തിയത്. ജേർണലിസം ബാച്ച് ജില്ലയിൽ നടത്തിയ ഒരു പ്രോഗ്രാമിന് 4ാം സ്ഥാനം കരസ്ഥമാക്കുകയും സ്റ്റേറ്റിൽ ഒരു കുട്ടീനെ മാത്രം പങ്കെടുപ്പിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഹൈറക്ക് സ്റ്റേറ്റ് തൃശ്ശൂർ നടത്തുന്ന ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടത്. അപ്പോൾ 1-ാം വർഷത്തിൽ നല്ല എഡ്യൂക്കേഷൻ കൊണ്ട് ഗാന്ധിജി പറഞ്ഞ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ ഹൈറ നടത്തിയത്. ഇടക്കാലത്ത് ഒരു പഠനത്തിന് ഒരു ചെറിയ ഒരു താളപ്പിഴവ് വന്നെങ്കിലും സെക്കൻഡ് ഇയറിൽ വളരെ മനോഹരമായി അത് തിരിച്ചു പിടിക്കാനും എല്ലാ വിഷയത്തിലും A+ നേടാനും 98% മുകളിലോട്ട് വിജയശതമാനം നേടാനും ഹൈറക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സന്തോഷം ഇവിടെ നിങ്ങളോടൊപ്പം അധ്യാപകരായ ഞങ്ങളും പങ്കുവെക്കുകയാണ്. 90% മുകളിൽ മാർക്ക് കിട്ടിയ മിടുക്കരായ 5 പേരെ സമയക്കുറവ് മൂലം പെട്ടെന്ന് പരിചയപ്പെടുത്തുകയാണ്. 1 അബ്ദുസ്സമദാണ്. അബ്ദുസ്സമദ്. 2 സന ഫാത്തിമയാണ്. 3 ഖദീജ അബ്ദുസലാം. 4 റഷ ഫാത്തിമയാണ്. 5 ലിയ ഫാത്തിമയാണ്. ഈ 5 പേരാണ് നല്ല മികവാർന്ന പ്രവർത്തനത്തിലൂടെ 90% മുകളിൽ മാർക്ക് ലഭിച്ചത്. അതിൽ അബ്ദുസ്സമദിനെ പ്രത്യേകം എടുത്തു പറയേണ്ടതെന്ന്, അബ്ദുസ്സമദ് നല്ല സംഘാടകനും നല്ല ഒരു പ്രാസംഗികനും കൂടിയാണ്. സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ഇയറിലെ ലാസ്റ്റ് പരീക്ഷാ സമയത്ത് വന്ന അസുഖം മൂലമായിരിക്കണം ഫുൾ A+ ചുരുങ്ങിയ മാർക്കിന് നഷ്ടപ്പെട്ടതാണ്. അതേപോലെ ഖദീജ അബ്ദുസ്സലാമും എനിക്ക് തോന്നുന്ന അടച്ചേരിയിൽ നടന്ന അടച്ചേരി പഞ്ചായത്തിൻ്റെ കീഴിൽ നടന്ന ജേർണലിസം ക്യാമ്പിൽ ഖദീജയുടെ നേതൃത്വത്തിൽ 2-3 പേര് അവിടെയുള്ള അടച്ചേരി പഞ്ചായത്തിൻ്റെ കീഴിൽ നടന്ന ഒരു മാധ്യമ ശില്പശാലയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 2 വർഷത്തിനുള്ളിൽ ഒരു മികവുറ്റ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ഈ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.
വിദ്യാഭ്യാസം എന്നുള്ളത് 4 ചുമരുകൾക്കുള്ളിൽ അച്ചുകൂട്ടിയ ഒന്ന് മാത്രമല്ല, അതൊരു പൊതുപ്രവർത്തന സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ നടത്താൻ പറ്റുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് എന്നുള്ള ബോധവും ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം വിദ്യാർത്ഥികളെ സമൂഹത്തിനും നാടിനും ഉപകാരപ്രദമായ രീതിയിൽ ഗുണകരമായ രീതിയിൽ മാറ്റിയെടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ മുന്നിട്ടിറങ്ങുന്നത്. അതിന് ഞങ്ങൾ ഒരു ടീം വർക്കായി പ്രിൻസിപ്പാളുടെ നേതൃത്വത്തിൽ, സ്റ്റാഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഹ്യൂമാനിറ്റീസ് അധ്യാപകരായ സൗദ ടീച്ചർ, സഫിയ ടീച്ചർ, രോഹൻ മാഷ്, MM മുഹമ്മദ് സാറ്, സിനു ടീച്ചർ, നിസാർ മാഷ് തുടങ്ങിയ MB റഷീദ് സാറ് തുടങ്ങിയ എല്ലാവരുടെയും സേവനവും പ്രാർത്ഥനയും നന്ദിയും ഞങ്ങൾ ഈ സമയം ഓർക്കുകയാണ്. ഏതായാലും ഈ മെഡിക്കലായ വിദ്യാർത്ഥികൾ ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി മനസ്സാവാചക പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.